കെ.എൻ. ബാലഗോപാൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷം തൂത്തുവാരിയത്. ഇതിന് ചുക്കാൻ പിടിച്ച ബാലഗോപാൽ തന്നെ സ്ഥാനാർത്ഥിയായെത്തുമ്പോൾ വിജയം ഒട്ടും അകലെയല്ലെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. മുഖത്തല പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലാണ് കെ.എൻ. ബാലഗോപാലിന്റെ ഇന്നത്തെ പ്രചാരണം. സ്വീകരണ സ്ഥലങ്ങളിൽ BJP വിമർശിച്ചും ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് ബാലഗോപാലിന്റെ പ്രസംഗം. BJP അധികാരത്തിൽ നിന്ന് പോകണം എന്നുള്ള ഏറ്റവും ശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഏറ്റവും മുന്നിലെ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാകണം. ഇടതുപക്ഷത്തിന് അംഗസംഖ്യ പരമാവധി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ മതനിരപേക്ഷ ഗവൺമെന്റ് രൂപീകരണമെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ നിർണായകമായ തീരുമാനം എടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സ്വാതന്ത്ര്യ സമര സങ്കല്പങ്ങളുമെല്ലാം സാംശീകരിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ രാജ്യത്തെ വിഘടനത്തിന്റെയും വിഭജനത്തിന്റെയും വിവിധ തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഐക്യത്തിനെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ എല്ലാം ഭാഗമായി നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയും രാജ്യത്തെ ഏറ്റവും കടുത്ത കാർഷിക പ്രതിസന്ധിയും എല്ലാം ഉണ്ടാക്കുന്ന നയങ്ങളുടെ പ്രചാരകരായ BJPക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രചാരണം ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ, എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? പ്രചരണം പരമാവധി ആളുകളിലേക്ക് എത്തുന്ന മൂന്നാം ഘട്ട പ്രചരണമാണെന്ന് പറയാം. ഇപ്പോൾ സ്വീകരണങ്ങൾ, ആളുകളെ പോയി നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന പൊതുയോഗങ്ങൾ, അത് വളരെ എല്ലാ സ്ഥലത്തും ആളുകൾ കൂടുകയും ആളുകളുടെ പൊതുവിലുള്ള പ്രതികരണം കണ്ടാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. വളരെ അനുകൂലമായി ഇടതുപക്ഷ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ മുന്നണിയുടെ വിലയിരുത്തലും അങ്ങനെയാണ്. ജനങ്ങൾ വളരെ അനുകൂലവും സന്തോഷകരവുമായ പ്രതികരണമാണ്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും വളരെ നല്ല വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും. കൊല്ലം മണ്ഡലത്തിലും വളരെ മെച്ചപ്പെട്ട തരത്തിലുള്ള പിന്തുണയാണ്. നല്ല വിജയം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങളായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? അനുകൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാണ്. പരമാവധി വോട്ടുകൾ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു. ഞങ്ങളോട് വലിയ സ്നേഹപൂർണ്ണമായ പെരുമാറ്റമാണ്. അതുതന്നെയാണ് ഏറ്റവും അനുകൂല ഘടകം. ഇപ്പോൾ ഈ പ്രചാരണങ്ങൾ സജീവമായിരിക്കെ നിരവധി ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പോസ്റ്ററിന്റെ പേരിൽ പുതിയൊരു ആരോപണം വന്നിട്ടുണ്ട്. അതിൽ എത്ര എണ്ണമാണെന്ന് അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം ആരോപണങ്ങൾ എങ്ങനെയാണ്? അങ്ങനെയുള്ള ആരോപണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് തന്നെ ഇല്ല. സത്യത്തിൽ എല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ അറിയുന്നവരാണ്. അതെല്ലാം അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നിയമപരമായിട്ടല്ലാതെ ഒരു കാര്യവും അത്തരം കാര്യങ്ങളില്ല. ആരോപണങ്ങളൊക്കെ പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരും. സ്വീകരിക്കേണ്ട എല്ലാ സഹായങ്ങളും സ്വീകരിക്കണം. ശക്തമായ ഒരു മത്സരമാണെന്നാണ് ആളുകൾ പറയുന്നത്. പൊതുവെ ഒരു വിലയിരുത്തൽ. കാരണം സിറ്റിംഗ് MP ആണ് തൊട്ട് അപ്പുറത്ത് മത്സരിക്കാനുള്ളത്. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ശക്തമായ മത്സരമാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ പൊതുവായ വികാരവും പിന്തുണയുമാണ് കാണുന്നത്. ഈ ജില്ലയിലെയും മണ്ഡലത്തിലെയും പൊതുവായ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരവും പ്രവണതയുമാണ് തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. നല്ല മത്സരത്തിൽ കൂടി എല്ലാവരെയും കണ്ട് എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ച് വിനയപൂർവ്വം ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനുകൂലമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. Equal